നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് പടക്കളം എത്തിയിട്ടുള്ളത്. നെയ്യാറ്റിൻകരയിൽ നിന്നും പ്രേക്ഷകർക്ക് മുൻപിലേക്ക് പടക്കളം എത്തുകയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പടക്കളത്തിലേക്ക്. ഇന്ന് നമ്മൾക്കൊപ്പം ഈ പടക്കളത്തിൽ പങ്കുചേരുന്നത് ശ്രീ നേമം ഷജീർ, കോൺഗ്രസ് UDF, അഡ്വക്കേറ്റ് D സുരേഷ് കുമാർ, CPIM LDF, നന്ദു S BJP NDA. ശ്രീ സുരേഷ്, താങ്കളിൽ നിന്ന് തുടങ്ങാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണം ഏതാണ്ട് നമ്മളിനി ഒരാഴ്ച പോലുമില്ല. കേരളം ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് ജനവിധിക്കായി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പന്നിൻ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പതിവിലും അധികം ഒരു പ്രതീക്ഷ നിങ്ങൾ പ്രകടനത്തിൽ കാഴ്ചവെക്കുന്നത്? ഏതൊക്കെ തരത്തിലുള്ള പ്രതീക്ഷകളാണ്, സാധ്യതകളാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിലുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് വച്ചു പുലർത്തുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവതരമായൊരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്തുന്ന ഇന്ത്യയുടെ ഭരണഘടന ഇന്ന് മുൻപെങ്ങുമില്ലാത്ത വിധം വലിയ വെല്ലുവിളിയെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ മൂന്നിനെയും കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മുദ്രാവാക്യം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മുന്നിലേക്ക് വച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിൽ ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെ താരതമ്യത്തിലൂടെ ഇടതുമുന്നണി എന്താണ് വോട്ടർമാരോട് പറയുന്നത്? ഒരു ഭാഗത്ത് പന്ന്യൻ, മറുഭാഗത്ത് ശശി തരൂർ സിറ്റിംഗ് MP, ഇപ്പുറത്ത് കേന്ദ്രമന്ത്രിയായി രാജീവ് ചന്ദ്രശേഖർ വന്ന് മത്സരിക്കുന്നു. ശശി തരൂർ കഴിഞ്ഞ 15 വർഷക്കാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന പാർലമെൻറ്റ് അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ നാട്ടിൽ യാതൊരുവിധ വികസന പ്രവർത്തനവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. മാത്രവുമല്ല, പല ഘട്ടങ്ങളിലും BJPയുടെ B ടീമായി അദ്ദേഹം പ്രവർത്തിക്കുകയും അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്നത് നാം പല സന്ദർഭങ്ങളിലും കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് BJPയുടെ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം കടന്നു വരുന്ന കർണാടക പ്രദേശത്ത് നിന്നുള്ള ലോക്സഭാ അംഗം ശ്രീ അനന്തകുമാർ ഹെഗ്ഡെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിലാണ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ദേശീയ മാധ്യമങ്ങളെ നോക്കി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ, BJP ഈ രാജ്യത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെഴുതും. എന്നാൽ കേരളത്തിലെ BJP നേതാക്കന്മാർ ഇതിന് ഘടകവിരുദ്ധമായി ശ്രീ V മുരളീധരൻ, കേന്ദ്ര സഹമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, ഞങ്ങൾ നരേന്ദ്രമോദി പിന്തുടരുന്നത് അംബേദ്കറിൻ്റെ നയമാണ്, അതുകൊണ്ട് തന്നെ അംബേദ്കർ എഴുതി തയ്യാറാക്കിയ ഭരണഘടനയ്ക്ക് യാതൊരുവിധ പോറലേൽപ്പിക്കാനും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നു. ഈ വിചിത്രമായ വാദഗതി, BJPയുടെ ദേശീയ നേതാക്കന്മാരുടെ തന്നെ വിചിത്രമായ വാദഗതി കേരളത്തിലെ BJP അണികൾ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? അവർ ഈ കാര്യത്തിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് നന്ദു ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പറയേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം അങ്ങനെ പോകുമ്പോൾ, രാജ്യം മുമ്പ് താങ്കൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ സുരേഷ് പറഞ്ഞതുപോലെ സിറ്റിംഗ് MP ആണ് ശശി തരൂർ. ഒരു അഭിമുഖത്തിൽ ശശി തരൂരിനോട് ചോദിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനായി അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത് നരേന്ദ്രമോദിയുടെ പേരാണ്. ആ നരേന്ദ്രമോദി ഈ പറഞ്ഞ മണ്ഡലങ്ങളിലൊക്കെ എങ്ങനെങ്കിലും BJPയുടെ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹവും ഇഷ്ടവും പേറുന്നവരെയാണോ കേരളത്തിൽ നിന്ന് ഇതുപോലൊരു കാലത്ത് ലോക്സഭയിലേക്ക് അയക്കേണ്ടത്? നോക്കൂ, തൊട്ടപ്പുറത്തേക്ക് കൊല്ലത്തേക്ക് പോയാൽ NK പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ, ലോക്സഭാ സമ്മേളനത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പോയി മോദിയുമായി സൗഹൃദ വിരുന്നിൽ പങ്കെടുക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ 150ഓളം പ്രതിപക്ഷ MPമാരെ നിരന്തരം കൂട്ടത്തോടെ ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദിയുമായി ചായ പങ്കിടാനോ ഉച്ചയൂണ് പങ്കിടാനോ പ്രേമചന്ദ്രന് യാതൊരു മടിയും ഉണ്ടാകാതിരുന്നത്. ഒരു വിയോജിപ്പും അദ്ദേഹം രാഷ്ട്രീയമായി അവതരിപ്പിച്ചിട്ടുമില്ല. പിന്നീട് ഒരു പരിപാടിയിൽ വലിയ തോതിൽ പ്രധാനമന്ത്രിയെയും ഓഫീസിനെയും പുകഴ്ത്തുകയുണ്ടായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, ഇതുപോലെ വളരെ ഗൗരവമായൊരു തെരഞ്ഞെടുപ്പിൽ, അതിൻ്റെ ഘടകങ്ങൾ ഒരുപാട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനൊരു തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് പോകേണ്ടത് ഇങ്ങനെ മനസ്സിൽ ഈ BJP മോദി താല്പര്യം പേറുന്നവരാണോ പോകേണ്ടത്, അതോ ഇടതുപക്ഷമാണോ ലോക്സഭയിലേക്ക് പോകേണ്ടത്? കേരളത്തിലൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണിത്. ആരാണ് BJPയുടെ തലോടൽ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത്? അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലേക്ക് പോയ ED കേരളത്തിലേക്ക് എന്തുകൊണ്ട് വന്നില്ല? ED രാജ്യത്ത് കേന്ദ്ര സർക്കാരിന്റെ കൊട്ടേഷൻ പണി ഏറ്റെടുത്തതാണ് എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നത് നിങ്ങൾക്കും സുരേഷിനും അഭിപ്രായ വ്യത്യാസമില്ല. അതേ ED കേരളത്തിൽ തോമസ് ഐസക്കിനെ കസ്റ്റഡിയിലെടുക്കാൻ, ചോദ്യം ചെയ്യാൻ എന്ന പേരിൽ എന്തെല്ലാം പരിശ്രമിച്ചു. ഇതേ കോടതിയിൽ പോയി തോമസ് ഐസക്ക് രാജ്യത്ത് EDയെ മുട്ടുകുത്തിച്ച ഏക സംസ്ഥാനവും കേരളമല്ലേ?
അരവിന്ദ് കെജ്രിവാൾ അകത്ത് കിടക്കുമ്പോൾ നമ്മൾ വസ്തുതകളെ കൂടി വിലയിരുത്തി സംസാരിക്കണ്ടേ? വസ്തുത പറയാൻ സമ്മതിക്കണം. Okay, sure. ഞാൻ പറഞ്ഞത് AC മൊയ്തീൻ അടക്കമുള്ള CPM നേതാവിന്റെ വീട്ടിൽ കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് 45 ലക്ഷം രൂപ കണ്ടെത്തി. മുഖ്യമന്ത്രിയുടെ PA ക്ക് കൈ കൊടുത്തു. പറയട്ടെ, മൊയ്തീന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കോടികളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്ന് ഒരു ചാനൽ വാർത്ത കൊടുത്തു. ഇത് ED-യിൽ നിന്ന് കിട്ടിയ സെലക്റ്റീവ് ലീക്കിങ്ങിലൂടെ വന്ന തെറ്റായ വാർത്തയായിരുന്നു. ഒടുവിൽ ആ ചാനൽ തന്നെ അത് തിരുത്തി വിശദീകരണം നൽകേണ്ടി വന്നു. ഇത്തരം സാഹചര്യമുണ്ട്. ED-യിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്കുണ്ടാകുന്ന നിരവധി അബദ്ധങ്ങൾ ഒരു ഭാഗത്ത് ഒരു കേസിലും വസ്തുതാപരമായി തെളിയിക്കാൻ കഴിയാത്ത നിലയിൽ നിൽക്കുന്ന രാജ്യത്തെ അന്വേഷണ സംഘമാണ് ഞാൻ ചോദിക്കുന്നത്. തെളിയിക്കേണ്ടത് ആരാണ്? അന്വേഷണ ഏജൻസികളാണ്, കേരളത്തിലെ പോലീസ്. ഞാൻ ചോദിക്കട്ടെ, ഇനി ഭരണഘടനയുടെ ഏറ്റവും വലിയ സംരക്ഷകരാണെന്നാണ് നമ്മൾ സുരേഷ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. ഒരാൾ പോലും BJP ആണെങ്കിലും CPM ആണെങ്കിലും ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്ന് ഒരാൾ പോലും പറയുന്നില്ല. ഇവിടെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അത് ഏത് അറ്റം വരെയും പോരാടി അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്നത് കോൺഗ്രസ് മാത്രമാണ്. ഭരണഘടനയെ സംരക്ഷിക്കണമെന്നുള്ള മുദ്രാവാക്യം ഇവരും പറയുന്നില്ല, അവരും പറയുന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. മോദി സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായ ഒരു വികാരമുള്ള നാടാണ് കേരളം. ഈ 10 വർഷക്കാലത്തെ നിങ്ങൾ പുതിയ ഗ്യാരണ്ടിയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഈ 10 വർഷക്കാലം യഥാർത്ഥത്തിൽ ജനജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി വാഗ്ദാനങ്ങൾ നിങ്ങൾ നൽകിയതടക്കം ജനങ്ങൾ കൂടുതൽ ദുരിതത്തിലേക്ക് പോയ ഒരു ജീവിത സാഹചര്യം സൃഷ്ടിച്ച കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്രമന്ത്രിമാർക്കെതിരെ അല്ലാതെ പിന്നെ ആർക്കെതിരെയാണ് ഏറ്റവും ശക്തമായി വിധി എഴുതുക? അങ്ങനെ വന്നാൽ കേരളത്തിൻ്റെ മോദി സർക്കാരിനെതിരായ, BJP സർക്കാരിനെതിരായ, BJPക്കെതിരായ വിധിയെഴുത്തിൻ്റെ ഏറ്റവും വലിയ ആഘാതം നേരിടാൻ പോകുന്ന ഒരാൾ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കില്ല ഈ മണ്ഡലത്തിൽ. കേരളത്തിൽ അഭിപ്രായ സർവേയിൽ പോലും 35% വരുന്ന ജനങ്ങൾ പറയുകയാണ് ഏറ്റവും നല്ല ഭരണകർത്താവ് കേന്ദ്രത്തിൽ കണ്ടതിൽ ഏറ്റവും നല്ല ഭരണകർത്താവ് നരേന്ദ്രമോദിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. താങ്കൾക്ക് എതിർക്കാൻ സാധിക്കില്ല. ഏറ്റവും വലിയ അഭിപ്രായ സർവേ എന്ന് പറയുന്നത് ജനങ്ങൾ പോളിംഗ് ബൂത്തിൽ എഴുതി നടത്തുന്ന ജനവിധിയാണ്. ആ ജനവിധിയുടെ ഓരോ കാലത്തും നിങ്ങൾക്കുണ്ടായിരുന്ന അക്കൗണ്ട് പോലും പൊട്ടിച്ചത് കേരളമാണ്. രണ്ടാമത്തെ കാര്യം, താങ്കൾ പറയുന്നു തിരുവനന്തപുരം പാർലമെന്റിലെ ജനങ്ങൾ രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ട് നരേന്ദ്രമോദിക്കെതിരായിട്ട് ആണ് തീരുമാനമെടുക്കുക. ഞാൻ പറയുന്നില്ല, ഇത് ഇവിടെ മത്സരിക്കുന്ന ശശി തരൂരിൻ്റെ 2009 മുതൽ 2024 വരെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വികസന രേഖയാണ്. ഈ വികസന രേഖ 66 പേജുള്ള വികസന രേഖയിൽ 64 പേജും നരേന്ദ്രമോദി തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള വികസനങ്ങൾ മാത്രം അച്ചടിച്ച ഒരു വികസന പത്രികയാണ്. ഇത് വെച്ചുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി പോലും വോട്ട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നരേന്ദ്രമോദി കേരളത്തിന് വേണ്ടി ചെയ്തതും തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്തതും ജനങ്ങൾ അത് വിചാരണ ചെയ്യും, ജനങ്ങൾ അതിനെ കൃത്യമായി തന്നെ കാണും എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഇലക്ഷൻ ആയിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഞാൻ നിങ്ങളിലേക്ക് വരികയാണ്. ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇതിപ്പോൾ അഭിപ്രായ സർവേകൾ, മാധ്യമ അഭിപ്രായ സർവേകളിൽ നമ്മളൊക്കെ ഊറ്റം കൊള്ളുമ്പോൾ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 ഡസനിലേറെ MLA-മാർ, ഇന്ന് MLA-മാരും മന്ത്രിമാരുമായിരിക്കുന്നവരൊക്കെ തോറ്റുപോകുമെന്ന് പ്രവചിച്ചു. അവരെല്ലാം പിന്നീട് MLA-മാരും മന്ത്രിമാരായി വീണ്ടും ആ സർക്കാർ തുടരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ സർവേകൾ എന്നുള്ളത് പല സ്വാധീനത്താൽ, പല താല്പര്യത്താൽ രൂപപ്പെടുന്നതാവാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആധികാരികത എത്രമാത്രം എന്ന ഒരു സംശയം പോലും വേണ്ടതില്ല. നമുക്ക് നിങ്ങളിൽ ഓരോരുത്തരിലേക്കും വരാം, വളരെ ചുരുക്കത്തിൽ വേഗത്തിൽ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട്. എനിക്ക് പറയാനുള്ളത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏതാണ്ട് 60ഓളം പൊതുയോഗങ്ങൾ സംസാരിക്കുന്നുണ്ട്. മാവേലിക്കരയിൽ ശ്രീമാൻ അരുൺകുമാറിൻ്റെ പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു, വരാൻ പോകുന്ന പാർലമെൻറ്റിൽ ഒരു ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സംവിധാനമായിരിക്കും വരാറ്. അങ്ങനെയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ആളിൻ്റെ കക്ഷിയുടെ നേതാവിനെ തിരഞ്ഞെടുക്കപ്പെടും. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ പ്രസിഡന്റ് ഒരു ഗവൺമെൻറ് സംവിധാനം ഉണ്ടാക്കാൻ വിളിക്കണമെങ്കിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് ഉണ്ടാക്കണം. അപ്പം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് ഉണ്ടാക്കാനാണ് കേരളത്തിൽ മത്സരിക്കുന്നതെങ്കിൽ ഏതാണ്ട് 10 ഒരു കാര്യം പറഞ്ഞു, കൈരളിയിലാണ് ഞാൻ കണ്ടത്, ഏതാണ്ട് 10 കൈരളിയെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയാം, ആ രീതിയിൽ കൈരളിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു വ്യാജ പ്രചാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കും. അദ്ദേഹം പറഞ്ഞത് 2019 വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞത് എന്നത് വിശദീകരിച്ച് വന്ന ഘട്ടത്തിലാണ് പറഞ്ഞത് കോൺഗ്രസ് ഒറ്റക്കക്ഷിയാകുമെന്ന്. ആദ്യ ഘട്ടത്തിൽ അവർ പറഞ്ഞു. സുഹൃത്തെ, ഞാനൊന്ന് പറയട്ടെ, രണ്ടാം ഘട്ടത്തിൽ അവർ തന്നെ പറഞ്ഞു, കോൺഗ്രസ്സുകാർ പറഞ്ഞു, ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യം വരും, അങ്ങനെ വന്നാൽ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവിനെ വിളിക്കും, അങ്ങനെ വരുമ്പോഴും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസ് ആകണം എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ നിന്ന് 2024 പ്രധാനമന്ത്രിയുടെ
മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആയിക്കോട്ടെ. എത്തിയത് അതങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇത് അടർത്തിയെടുത്തിട്ട് അതിനെ വ്യാജ പ്രചരണം നടത്തി അത് അംഗീകരിച്ചു തരാൻ കഴിയില്ല. ഒരു കാര്യം കൈരളിയുടെ ലേബലും കൂടി ഇപ്പൊ സുഹൃത്ത് ഈ ചർച്ചയിൽ എടുത്തുകൊണ്ട് പറഞ്ഞാണ് അല്ല, അത് ഇന്നലെ രാഹുൽ തെറ്റായ ഗാന്ധി- വ്യാജ രാഹുൽ ഗാന്ധി പ്രചരണമായിരുന്നു. വയനാട് ഞങ്ങൾ ആ മണ്ഡലത്തിൽ നിലയിൽ തന്നെ അതിനെ സംസാരിച്ചല്ലോ. തുറന്നും കാട്ടിയിട്ടുണ്ട്. ഇന്നലെ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ Attitude-നെ. സംസാരിച്ചല്ലോ. Yes. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ എവിടെയെങ്കിലും പിണറായിക്കെതിരായ എന്തെങ്കിലും ഉന്നയിച്ചു? ഏതായാലും സുഹൃത്ത് പറഞ്ഞാൽ ഒരു തെറ്റ് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. നിങ്ങളിലേക്ക് അടുത്താണ് യഥാർത്ഥത്തിൽ ശശി തരൂരിനല്ലേ ആ തലയല്ലേ BJP-യുടെ കക്ഷത്തിരിക്കുന്നത്, അമിത്ഷായുടെ കക്ഷത്തിരിക്കുന്നത്? അതിന് കാരണം എന്തെന്നറിയാമോ? ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. അന്ന് IPL-ൽ വിയർപ്പ് ഓഹരി, അങ്ങനെ ആ അഴിമതി, അത് വെളിപ്പെടുത്താൻ വന്ന സുനന്ദ പുഷ്കറിൻ്റെ ദുരൂഹ സാഹചര്യത്തിലെ മരണം, അത് നിങ്ങൾ തേച്ചു മാച്ച് കളഞ്ഞത്. അതുകൊണ്ട് കൂടിയാണ് ഈ ഇലക്ഷൻ സമയത്തും മോദിയെ പുകഴ്ത്തി പറഞ്ഞത്. അരവിന്ദ് കേജ്രിവാൾ എങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കോൺഗ്രസിൻ്റെ നേതാക്കളിലെ കേസ് കൊടുത്ത് അകത്താക്കിയത് ദില്ലി സർക്കാരിനെതിരെ എന്നിട്ട് നേരത്തെ ചോദിച്ചു മനീഷ് തിവാരിയെ പിടിച്ചിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ പിടിച്ചില്ല എന്ന് ചോദിച്ചു. അപ്പോൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവിടെ പോയി സമരം ചെയ്തു. അതേപോലെ തന്നെ സഭയ്ക്കകത്ത് സോണിയാഗാന്ധിയെ വിധവ എന്ന് വിളിച്ചപ്പോൾ മുഴുവൻ പേരെയും അടിച്ചു പുറത്താക്കി ഒരു കാരണവുമില്ലാതെ ബില്ല് അപ്പം ചുടും പോലെ ചുട്ടെടുക്കാൻ ശ്രമിച്ചപ്പോഴും സോണിയ പറഞ്ഞു നമുക്കവിടെ ജന്തർ മന്ദിൽ പോയി സമരം ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഒരു MP അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ MPമാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷജീറിനോട് ചില കാര്യങ്ങളൊക്കെ അങ്ങ് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ നേതാവിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ചോദിച്ചത്. വേറൊന്നുകൂടി അതിൻ്റെ കൂടെ ചേർക്കാം. വയനാട്ടിൽ, കോഴിക്കോട്ട്, മലപ്പുറത്ത് 3 ജില്ലകളിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി എന്ന നിലയിൽ വന്ന് റോഡ് ഷോ നടത്തിപ്പോയി. കൊടിയില്ല എന്നുള്ളത് പോട്ടെ, ഒരു പാർട്ടിയുടെയും കൊടിയില്ല, പകരം മുത്തുകൊടയൊക്കെ പിടിച്ച് ഉത്സവമാണെന്ന് തോന്നിപ്പോകും കണ്ടാൽ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പ്രചരണം നടത്തിയത്. അതവിടെ നിൽക്കട്ടെ, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ പൗരത്വ നിയമത്തിനെതിരായി ശക്തമായി ഉറച്ച് സംസാരിക്കാൻ 3 സംസാരിക്കാതിരിക്കാൻ രാഹുൽ ഗാന്ധി പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കൂടി കണ്ടു. എവിടെയെങ്കിലും പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെ ഒരു വിമർശനം പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ പറയുന്നത് പത്രമാധ്യമങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, എല്ലാ മാധ്യമങ്ങളിലെയും റെഡ് ന്യൂസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിക്കെതിരെയുള്ള പ്രസ്താവനയാണ്. എന്തിനാണ് ഇങ്ങനെ വന്ന അസത്യം? ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ വിമർശനം നടത്തിയത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. ഇനി CAക്കെതിരെ എല്ലാ ദിവസവും എഴുന്നേറ്റ് CA എന്ന് പറയേണ്ട കാര്യമില്ല. രാജ്യത്ത് 4000 കിലോമീറ്റർ 4000 രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ 4000 കിലോമീറ്റർ ഇവിടെ യാത്ര ചെയ്തത് ഇവിടെ വർഗീയതക്കെതിരെയാണ്, നരേന്ദ്രമോദിക്കെതിരെയാണ്. അസത്യമായ രാഷ്ട്രീയ ഞാൻ എവിടെയാണ് കോൺഗ്രസ് മേഘാലയയിൽ BJP-യോടൊപ്പം മുന്നണിയായി മത്സരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, കർണാടകയിൽ നരേന്ദ്രമോദിയുടെ BJP-യോടൊപ്പം രാഷ്ട്രീയ മുന്നണിയായി മുന്നണി രൂപീകരിച്ച് മത്സരിച്ച രാഷ്ട്രീയ അസത്യം മാത്രം ഇന്ത്യയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞതിൽ എവിടെയാണ് വാസ്തവം? ജനതാദൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മേഘാലയയിൽ BJP മുന്നണിക്കൊപ്പം മത്സരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇല്ല എന്ന് ഈ ചർച്ച നിയന്ത്രിക്കുന്ന ശ്രീ ശരത് പറയണം. എന്തെങ്കിലും ചുമ്മാ വന്നതെന്ന് ഇതുപോലൊരു ചർച്ചയ്ക്കകത്ത് പറയരുത്. ഇവിടെ BJPക്ക് അനുകൂലമായി RSSന് അനുകൂലമായി പരസ്യ നിലപാടെടുത്തിട്ടുള്ള കേരളത്തിലെ ഏക KPCC പ്രസിഡന്റ് നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഐ വിൽ ഗോ വിത്ത് BJP. ഇത് ആരാ പറഞ്ഞത്? ഞാൻ പറയട്ടെ, പിണറായി വിജയനാണോ പറഞ്ഞത്? EP ജയരാജനാണോ പറഞ്ഞത്? ഐ വിൽ ഗോ വിത്ത് BJP. രണ്ടാമത് തലശ്ശേരിയിൽ RSS ശാഖകൾക്ക് കാവൽ നിന്നിട്ടുണ്ട്, കോൺഗ്രസ് പ്രവർത്തകർ കാവൽ നിന്നിട്ടുണ്ട്. ഇത് പറഞ്ഞ നാണം കെട്ട KPCCയുടെ പ്രസിഡന്റ് നയിക്കുന്ന പാർട്ടിയിലാണ് സജീർ നിൽക്കുന്നത്. സജീർ അത് മനസ്സിലാക്കണം. AC മൊയ്തീനെ കുറിച്ച് കള്ള ആരോപണം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ VS ശിവകുമാർ ഇന്ന് EDയുടെ പടിവാതിൽക്കൽ കിടക്കുകയാണ്. മനസ്സിലാക്കണം. ഞങ്ങളല്ല EDയുടെ ആള്. ഇവിടുത്തെ പ്രശ്നം RSS അങ്ങേയറ്റത്ത് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു. ആ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്ക് സഹായകരമാകുന്ന മൃദു ഹിന്ദുത്വ സമീപനവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിറകെ പോവുകയാണ്. മോദിക്കെതിരെ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിക്കുന്നില്ല എന്ന് കോൺഗ്രസിന്റെ ഒരു ധാരണയുണ്ട്. അതിവിടുത്തെ ജനങ്ങൾക്കറിയാം. മാതൃഭൂമിയും മനോരമയും എല്ലാ ന്യൂസ് ചാനലുകളും നോക്കി അറിയാം. മോഡി ഇവിടെ വന്ന് പറഞ്ഞ
കള്ളത്തരത്തിനും വീമ്പ് പറച്ചിലിനും തക്കതായ മറുപടി തൃശ്ശൂർ ജില്ലയിലെ 3 മീറ്റിങ്ങുകൾക്കകത്തും ആദരണീയനായ പിണറായി വിജയൻ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി അത് സജീർ കാണുകയില്ല. 4000 കിലോമീറ്റർ സഞ്ചരിച്ചതിന്റെ വീരവാദം പറയുന്നുണ്ട്. പക്ഷേ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ അഭിപ്രായമില്ല. രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം ക്ഷേത്രം പണിതുകൊണ്ടിരുന്നപ്പോൾ അവിടെ അവർ സ്വർണ്ണക്കല്ലാണ് കൊണ്ടുപോയെങ്കിൽ വെള്ളിക്കല്ലുമായി സഹോദരനും പിറകെ പോവുകയാണ്. നരേന്ദ്രമോദി ശ്രീരാമന്റെ വേഷം കെട്ടുമ്പോൾ ഇപ്പുറത്ത് ഹനുമാന്റെ വേഷം കെട്ടി ആടെയാണ് രാഹുൽ ഗാന്ധി. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയോടാണ്. റാങ്ക് ലിസ്റ്റിൽ കടന്നുകൂടിയ ശേഷം ഒരു ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാൽക്കാലികളെ പോലെ തെരുവിൽ പുല്ല് തിന്നുകയും മുട്ടുകാലിൽ ഇഴയുകയും ചെയ്യുന്ന അതിദയനീയമായ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഈ യുവാക്കൾക്ക് ഒരു നീതി നടപ്പിലാക്കാൻ ശരി BJPക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഈ പൊതുജനങ്ങളോടൊന്ന് വിളിച്ചു പറയണം. ശരി, അടുത്തത് കോൺഗ്രസിലെ 18 എംപിമാർ കേരളത്തിൽ നിന്ന് പോയി. ഈ ഫാസിസത്തിനെതിരെയോ അല്ലെ കേരളത്തിന് വേണ്ടിയോ ഈ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയോ എന്തെങ്കിലും ഒരു അക്ഷരം ഏതെങ്കിലും MP നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു MP അവിടെ പോയി ഈ ശശി തരൂർ അടക്കം ഇരുന്ന് ഉറങ്ങി എണീറ്റ് വരുന്ന കാണുന്നത്? നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി എന്താണ് നരേന്ദ്രമോദി നിങ്ങൾക്കും അത് അംബാനിക്കും എന്ന ബന്ധമെന്ന് ചോദിച്ചതിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുന്നത്. നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം ചോദ്യം ചോദിക്കുന്നതിന്റെ പേരിലാണ് പ്രതിപക്ഷ എംപിമാരെ ഈ ചരിത്രത്തിലില്ലാത്ത വിധം മുഴുവൻ എംപിമാരെയും പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി ചോദ്യം ചോദിച്ചതുകൊണ്ട് കേന്ദ്ര വിഹിതം തരുന്നില്ല. എന്തുകൊണ്ട് ഈ 18 എംപിമാരും ചോദിക്കുന്നില്ല? അതെല്ലാം ഇവിടുത്തെ GST വിഹിതം എവിടെയാണ് ചോദിക്കുന്നത്? കേരളം കോടതിയിൽ പോകേണ്ടി വന്നു. നിങ്ങൾ ആദ്യം ഇവിടെ പിരിക്കാനുള്ള നികുതി പിരിച്ചെടുക്കൂ. ഇനി നമുക്ക് നെയ്യാറ്റിങ്കര പറയാം. ഇന്ന് നെയ്യാറ്റിങ്കരയിൽ നിൽക്കുമ്പോൾ 100ഓളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ BJPയിലാണ്. 100ഓളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ BJPയിലാണ്. കോൺഗ്രസിന്റെ ബാങ്കിന്റെ ബോർഡ് മെമ്പർ അടക്കമുള്ളവർ BJPയിലാണ്. ഇനി 200ഓളം വരുന്ന പ്രവർത്തകർ BJPയുമായി ചർച്ച നടത്തി കഴിഞ്ഞു. അതിനൊക്കെ ഉള്ള തെളിവുകൾ വേണമെങ്കിൽ നമ്മൾ തരാം. 200ഓളം പ്രവർത്തകർ BJPയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. നിങ്ങൾ എവിടെയാണ് ഫാസിസത്തിനെ എതിർക്കുന്നത്? എവിടെയാണ്? അല്ല സുഹൃത്തെ, കേരളത്തിനകത്ത് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ UDFന്റെ സ്ഥാനാർത്ഥികളിൽ പലരും BJPയുടെ സ്ഥാനാർത്ഥികൾ പലരും മുൻ കോൺഗ്രസ്സുകാരാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായി പ്രവർത്തകരുടെ ഒരു പോക്ക് ഉണ്ടായാൽ അത്ഭുതമൊന്നുമില്ല. നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവും. ഫാസിസത്തെ എതിർക്കുന്നവരാണ് പറയുന്നത്. ഇവർ RSSനെ എതിർക്കുന്നവരാണ്. RSSനെ എതിർക്കുന്ന രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് അങ്ങ് ഉത്തരേന്ത്യയിലെ RSS ചിഹ്നത്തിനെതിരെ താമരയ്ക്കെതിരെയാണ് മത്സരിക്കേണ്ടത്. 4000 കിലോമീറ്ററോളം യാത്ര ചെയ്തു വന്ന രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുവാൻ ആർക്കെന്ത് അവകാശമെന്ന് ചോദിച്ചു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എത്തി കാശ്മീരിൽ ചെന്ന് മഞ്ഞുമലയിൽ നിന്ന് സെൽഫി എടുത്ത് കളിച്ചിട്ട് തിരിച്ച് ഡൽഹിയിലേക്ക് എത്തുന്നതിനിടയ്ക്ക് ഈ ഇത്രയും കിലോമീറ്ററിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും BJPയിലേക്ക് ചേക്കേറി കഴിഞ്ഞിരുന്നു. അതായിരുന്നു നിങ്ങളുടെ യാത്രയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ളത്. മറ്റൊന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത BJP വക്താവ് ഇവിടെ കുറേ ഗ്യാരണ്ടിയുമായിട്ട് വന്നിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് നാരി ശക്തി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടാണ്. മണിപ്പൂരിൽ 3 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് 3 സ്ത്രീകളെ മണിപ്പൂരിൻ്റെ മണ്ണിലൂടെ തെരുവിലൂടെ നടത്തിക്കൊണ്ടുപോയി അവരെ പൂർണ്ണ നഗ്നരായി നടത്തിയിട്ട് അവരുടെ മാറിടങ്ങളിലും ഗുഹ്യഭാഗത്തും അമർത്തി പിടിച്ചുകൊണ്ട് ജനക്കൂട്ട മധ്യത്തിലൂടെ വീഡിയോയിൽ പകർത്തി മുന്നോട്ട് പോയ ആ സ്ത്രീകൾക്കാണോ നിങ്ങൾ നൽകുന്ന ഗ്യാരണ്ടി? മറ്റൊന്ന്, ബ്രജഭൂഷൺ എന്ന് പറയുന്ന നിങ്ങളുടെ MP ഉണ്ടല്ലോ, ആ MP കായിക താരങ്ങളെയെല്ലാം മാനഭംഗപ്പെടുത്തിയിട്ട് രാജ്യ തലസ്ഥാനത്ത് അവരവിടെ ചെന്നിരുന്ന് സമരം ചെയ്ത് അവരെ അടിച്ചൊതുക്കിയ അമിത്ഷാ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അടിച്ചമർത്തുകയാണ് ചെയ്തത്. ആ സ്ത്രീകൾക്കാണോ നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നത്? BJP പ്രതിനിധി പറഞ്ഞത് കേരളത്തിലടക്കം മോദിയോട് ആളുകൾക്ക് വലിയ സ്നേഹമാണ്. നമ്മുടെ നാട്ടിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി 1ാം UPA സർക്കാർ മുതൽ തൊഴിലുറപ്പ് പദ്ധതി എന്നൊരു പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയത് 1ാം UPA അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ CPMന്റെ MPമാരുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലാണ് നടപ്പിലാക്കിയത്. അങ്ങനെ അതുപോലെ തന്നെ കുടുംബശ്രീ, ഇങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി ഒത്തിരി പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കാർക്കും നിങ്ങളുടെ ഗ്യാരണ്ടി വേണ്ട. നാരി ശക്തി എന്നുള്ളത് നേരത്തെ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ തെളിയിച്ചിട്ടുണ്ട്. ആ ശക്തിയുടെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ വന്ന് നിന്ന് നിങ്ങളുടെ മുമ്പിൽ ആർജവത്തോട് കൂടി സംസാരിക്കുന്നത്. രാജ്യത്ത് നാരീശക്തിയൊന്നും അവകാശപ്പെടാൻ കഴിയില്ല എന്നാണ് ആ സുഹൃത്ത് പറഞ്ഞു വെച്ചത്. നേരത്തെ അവിടെ നിന്നും വന്നു, ഇവിടെ നിന്ന് വിമർശനവും വന്നു. 2 കാര്യങ്ങൾ. ചേച്ചി, ഇന്ത്യൻ പാർലമെന്റിൽ 33% നാരി ശക്തികൾക്ക് വരാൻ അവസരം കൊടുത്തു. ഞാൻ പറഞ്ഞോട്ടെ ചേച്ചി. അപ്പോൾ
33% സ്ത്രീകൾക്ക് അവസരം കൊടുത്ത പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അവസരം മുന്നേ കൊടുത്തു, ഇപ്പോൾ പ്രഖ്യാപിക്കും മുന്നേ. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അതുണ്ടോ? അല്ല, മുന്നേ കൊടുത്തു. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അല്ല, ഞാൻ പറഞ്ഞോട്ടെ ചേട്ടാ, ഞാൻ പറഞ്ഞോട്ടെ ചേട്ടാ, ഇത്രയും അതും ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ ആ ചേച്ചിക്ക് കൺവേ ചെയ്തോട്ടെ. ഇന്ന് കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം സ്ത്രീകളെ മത്സരിപ്പിച്ച ഒരു പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ചേട്ടാ, ആ നിയമം കൊണ്ടൊന്നും ഞാൻ ചേട്ടൻ സംസാരിച്ചപ്പോ, നിങ്ങൾ ആര് സംസാരിച്ചപ്പോ ഒരു അക്ഷരം പോലും ഇടപെടാത്തയാളാ ഞാൻ. അങ്ങനെ കൈയടിക്കാതെ ബിജെപി അല്ല സംവരണം കൊണ്ടുവന്നത്. സ്ത്രീ സംവരണം കൊണ്ടുവന്നത് ബിജെപി അല്ല. എന്തിനാണ് നിങ്ങൾ അത് ഏറ്റെടുക്കുന്നത്? ആരാന്റെ പിള്ളയെ നിങ്ങൾ എന്തിനാണ് ഏറ്റെടുക്കുന്നത്? പറയാം. മൂന്നാമത്തെ കാര്യം, ഈ പറയുന്ന ചേച്ചി പറഞ്ഞ മതനിരപേക്ഷ അല്ല സ്ത്രീകൾക്ക് ശാക്തീകരണം കൊടുത്ത ഈ പാർട്ടി എത്ര പേർക്ക് സീറ്റ് കൊടുത്തു എന്ന് ചേച്ചി ആദ്യം പരിശോധിക്കണം. ശോഭാ സുരേന്ദ്രനിലൂടെ നമ്മൾ കണ്ടതാണ്. ഞാൻ ശോഭാ സുരേന്ദ്രനിലൂടെ നിങ്ങൾ സ്ത്രീകൾക്ക് കൊടുത്ത പ്രാതിനിധ്യമൊക്കെ ഞങ്ങൾ കണ്ടത് അല്ല ചേച്ചി, അല്ലല്ല ചേച്ചി ശോഭാ സുരേന്ദ്രൻ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി. മോദി സർക്കാരിനെതിരായ വിമർശനമാണ്. അതിനാണോ ഞാൻ പറഞ്ഞോട്ടെ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി അമേഠിയിൽ നിന്ന് രാഷ്ട്രീയ അഭയാർത്ഥിയായി വയനാട്ടിലേക്ക് കൊണ്ടുവന്ന സ്മൃതി ഇറാനിയും ബിജെപിയുടെ നാരീശക്തിയുടെ പ്രതീകമാണ്. അതുകൂടി മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞോട്ടെ, ചേച്ചി നേരത്തെ ഉയർത്തിക്കാട്ടിയ കുടുംബശ്രീ ആരുടെ പ്രോഡക്റ്റ് ആണ്? അടൽ ബിഹാരി വാജ്പേയി. പറഞ്ഞോട്ടെ അടൽ ബിഹാരി പറയട്ടപ്പാ. അബദ്ധത്തിൽ ചാടരുത്. കുടുംബശ്രീ വാജ്പേയിയുടെ സംഭാവനയാണ്. ബിഹാരി വാജ്പേയി ആണ്. അല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ ചേച്ചി ചോദ്യം ചോദിച്ചപ്പോ ഞാൻ ഇന്ററപ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞോട്ടെ. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് ഈ പറയുന്ന കുടുംബശ്രീ എന്ന് പറയുന്ന പ്രോജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ നന്നായി നടപ്പിലാക്കി. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. കേരളത്തിൽ അത് ഗ്രാമാന്തരങ്ങളിൽ എത്തിച്ചാൽ നിങ്ങൾക്ക് പങ്കുണ്ട്. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. അല്ല, ഞാൻ ചേട്ടാ ഞാനത് പറഞ്ഞോട്ടെ. സാക്ഷരതാ പ്രസ്ഥാനം പോലെ കേരളത്തിന്റെ അഭിമാനമാണ് കുടുംബശ്രീ. ലോകം ഉറ്റുനോക്കുന്ന വിധത്തിൽ കേരളം രൂപപ്പെടുത്തിയെടുത്ത് വികസിപ്പിച്ചതാണ് കുടുംബശ്രീ. പറഞ്ഞോളൂ. അതെ, മണിപ്പൂരിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള നടപടി ഉണ്ടാവണം. മണിപ്പൂരിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി. പക്ഷെ മണിപ്പൂരിൽ എന്താണ് വിഷയം? മണിപ്പൂരിൽ 2014 ശേഷം തുടങ്ങിയതാണോ ഈ വിഷയം? അല്ല, ജവഹർലാൽ നെഹ്റു ഭരിക്കുന്ന കാലം തൊട്ട് ഇങ്ങോട്ടുള്ള വിഷയമാണ്. ആ വിഷയത്തിൽ ഇതിലും ക്രൂരമായ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് സമയം തന്നാൽ മറുപടി പറയാം. ഞാൻ ആ ചേട്ടൻ പറഞ്ഞ കാര്യത്തിലേക്ക്, യുവാക്കളുടെ തൊഴിലില്ലായ്മ നീറുന്ന പ്രശ്നമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാജ്യത്ത് ഇവിടെ നിന്ന് നിങ്ങളുടെ വാഗ്ദാനം എന്തായിരുന്നു? 2 കോടി പ്രതിവർഷം, 2 കോടി തൊഴിൽ അല്ലേ? പ്രതിവർഷം 2 കോടി, 20 കോടി. റെയിൽവേ നിയമനം നടത്തുന്നില്ല, UPSC നിയമനം നടത്തുന്നില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനകത്ത് വളരെ വലിയ രീതിയിൽ സാക്ഷരത ഉണ്ട്. വളരെ വലിയ സുതാര്യമായ മിഷണറികളാണ് കേരളത്തിലെ ഈ പറയുന്ന PSC ഉൾപ്പെടെയുള്ള സാമഗ്രികൾ എന്നൊക്കെ വീരവാദം പറഞ്ഞു നമ്മുടെ നാട്ടിലാണ്. കത്തിക്കുത്ത് യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരു കത്തിക്കുത്ത് കേസ് നടന്നുകൊണ്ട് മാത്രമാണ് CPO റാങ്ക് ലിസ്റ്റിനകത്ത് 2 പേർ അനധികൃതമായി കടന്നുകൂടിയത് ഈ കേരളത്തിന് മുന്നിൽ വെളിപ്പെട്ടത്. ഈ കേരളത്തിലാണ് ഇന്ത്യയിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് വർഷം തോറും 2 കോടി തൊഴിലവസരങ്ങൾ. കർഷകരുടെ ആദായം ഇരട്ടിയാക്കും. വിലക്കയറ്റം തടയും. കള്ളപ്പണം തിരികെ കൊണ്ടുവന്ന് എല്ലാവരുടെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ വീതം നൽകും. ഡീസലിന്റെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ലേ? നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. വെറുതെ എന്തിനാണ്? ഇവിടെ യെദ്യൂരപ്പ ജയിലിൽ പോവാതെ കിടക്കുന്നത് കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. കള്ളന്മാരെയും കൊള്ളക്കാരെയും സ്ത്രീപീഡകരെയും സംരക്ഷിക്കുന്ന സമീപനം തുടർച്ചയായി സ്വീകരിക്കുന്ന RSS ഭരണം ഈ നാട്ടിൽ നിന്ന് പോയേ മതിയാകും. പിന്നെ ഞാൻ ചോദിക്കട്ടെ എന്തെങ്കിലും ഈ ന്യായീകരിക്കാൻ വന്നതെന്ന് എന്തെങ്കിലും DYFI-കാരൻ കത്തിക്കുത്തിയത് ഇന്ത്യൻ പാർലമെന്റ്? ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കത്തിക്കുത്തും കുപ്പിയേറിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ ലോകത്തെ പിടിച്ചു കുലുക്കിയ ഇലക്ട്രൽ ബോണ്ട് എന്ന അഴിമതിക്ക് സാക്ഷ്യം വഹിച്ചിട്ട് അധികം നാളായിട്ടില്ല ഈ രാജ്യം.
ലോകത്തെ പിടിച്ചു കുലുക്കിയ അഴിമതിയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും നമുക്ക് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഞാനിവിടെ ആദ്യം തുടക്കത്തിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഭരണഘടനയെ സംബന്ധിച്ച് BJPയുടെ ദേശീയ നേതാക്കന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ നന്ദുവും കേരള ഘടകവും ആരോടൊപ്പമാണ്? എനിക്ക് മറുപടി ലഭ്യമായിട്ടില്ല. അത് ജ്യോതി മൃതയുടെ അഭിപ്രായത്തൊപ്പമാണോ അതോ അശോക് കുമാർ ഹെഡ്ഡയുടെ അഭിപ്രായത്തൊപ്പമാണോ അതോ മുരളീധരന്റെ അഭിപ്രായത്തിനൊപ്പമാണോ? CPI ബന്ധപ്പെട്ട് CPO റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയ വിഷയമാക്കാൻ ഇവിടെ നിന്ന് വന്ന ചോദ്യം അതിന് കൃത്യമായി BJPയിലേക്ക് തന്നെ വരുന്നു. BJPയുടെ വാദം ഇവിടെ കേട്ടു. അതിൽ പറയാനുള്ളത് എന്താണ്? എനിക്ക് വ്യക്തമായ മറുപടി ഉണ്ട്. ഒരു റാങ്ക് ലിസ്റ്റും ആളുകളെ പൂർണ്ണമായി എടുക്കില്ല. ഈ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും നിയമനം കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് കേരളത്തിലെ ഗവൺമെൻറ്. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ നിയമന കൊടുത്തിട്ടുള്ള കണക്ക് ഇവിടെ കൃത്യമായി ലഭ്യമാണ്. UDF സർക്കാരിൻ്റെ കാലത്തും LDF സർക്കാരിൻ്റെ കാലത്തും കൃത്യമായി കൊടുത്തിട്ടുള്ള കണക്ക് ഇവിടെയുണ്ട്. ആ കണക്ക് പരിശോധിക്കുമ്പോൾ ഈ സർക്കാർ ഈ നാട്ടിലെ തൊഴിലന്വേഷകരായ ചെറുപ്പക്കാരോട് പുലർത്തിയിട്ടുള്ള നീതി വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒറ്റ കാര്യം കൂടെ, ഇന്ത്യൻ മിലിറ്ററിയിലേക്കുള്ള നിയമനം RSS ശാഖ വഴി നടപ്പിലാക്കാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാരാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കണം. അതായത് വിഷയമാണോ നാരി ശക്തിയെക്കുറിച്ച് നാരി ശക്തിയെക്കുറിച്ച് ഒരു കാര്യം കൂടെ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 3 വനിതാ മന്ത്രിമാർ, ചിഞ്ചുറാണി, R ബിന്ദു, വീണ ജോർജ് അന്തസ്സായി കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വസ്തുതാപരമായിട്ട് സ്ത്രീകൾക്ക് വലിയ സംരക്ഷണം കൊടുക്കുന്നവരാണ് ഇവരാണെന്ന് രണ്ടുപേരും പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം സുരേഷ് ചേട്ടൻ പറഞ്ഞതുപോലെ യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുകയാണ്, ഒരു മുൻ മുഖ്യമന്ത്രിക്കെതിരെ. ഞാൻ വസ്തുതാപരമായിട്ട് ചോദിക്കുകയാണ്, ഉന്നവ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാരാണ്? അവിടുത്തെ BJPയുടെ MLA കുൽദീപ് സംഗാർ എന്ന് പറയുന്ന MLA ആണ്. കത്വയിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ചപ്പോൾ അവിടെ അതിനെതിരെ സമരം നടത്തിയത് ആരാണ്? RSS ആണ്. അതുപോലെ തന്നെ ഹാത്രസിൽ ആരാണ് സമരം നടത്തിയത്? BJP ആണ്. അപ്പോൾ ഈ രാജ്യത്ത് RSS ഭരിക്കുമ്പോൾ, സംഘപരിവാർ ഭരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നത് BJPയുടെ MPമാരാണ്, BJPയുടെ MLAമാരാണ്. അപ്പോൾ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളെ പീഡിപ്പിക്കുമ്പോൾ അങ്ങനെ ഒരു MPയെയും MLAയും ഇവിടെ ജയിപ്പിച്ച് വിടേണ്ട കാര്യമുണ്ടോ? ഇനി ഞാൻ ചോദിക്കട്ടെ, വണ്ടിപ്പെരിയാറിലടക്കം 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നത് ആരാണ്? എവിടെയാണ് നിങ്ങളുടെ സ്ത്രീ സംരക്ഷണം അപ്പോൾ മുന്നോട്ട് വരുന്നത്? ഇനി ഒരുപാട് റിപ്പോർട്ടുകൾ, സർവേ റിപ്പോർട്ടുകൾ നേരത്തെ പറഞ്ഞു, എല്ലാ സർവേയിലും ഞങ്ങൾ മുന്നിലാണ് എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ സർവേകളെല്ലാം എന്താണ് പറയുന്നത്? നരേന്ദ്രമോദി നരേന്ദ്രമോദി നിയന്ത്രിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണ്. ആ സർവേകൾ പറയുന്നത് ഈ രാജ്യം പുറകിലാണ് എന്നാണ് പറയുന്നത്. പട്ടിണി സൂചികയിൽ പുറകിലാണ്, ജനാധിപത്യ സൂചികയിൽ പുറകിലാണ്, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ പുറകിലാണ്, അതുപോലെ തന്നെ സാമ്പത്തിക അസമത്വത്തിന്റെ കാര്യത്തിൽ പുറകിലാണ്. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ, 12 ലക്ഷത്തോളം വരുന്ന ചെറുപ്പക്കാർ ഈ രാജ്യത്തിന്റെ പൗരത്വം ഉപേക്ഷിച്ച് നാട് വിട്ടുപോയത് BJPയും സംഘപരിവാരം നാട് ഭരിക്കുമ്പോഴാണ്. ഏത് ഇൻഡെക്സിലാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് പോലും പറയുന്നത്? BJPയിലെ സുഹൃത്തിൻ്റെ അടുത്താണ് 2014 BJP, അതായത് നമ്മുടെ നരേന്ദ്രമോദി പുള്ളിക്കാരൻ അധികാരത്തിൽ വന്നപ്പം പറഞ്ഞതാണ് 1 ലിറ്റർ പെട്രോൾ 50 രൂപ വാങ്ങിച്ചു തരും. ഞാൻ ഒരു കൂലി പണിക്കാരനാണ്. പമ്പ് തോയിരിക്കുന്നു. ഒരു 1/2 ലിറ്റർ പെട്രോൾ 50 രൂപ വാങ്ങിച്ചു തരും. വേറെ ഒരു സമ്മാനത്തിനും പറ്റൂല. എനിക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയാൽ മതി. കഴിഞ്ഞു, ഇത്ര തന്നെ. അതായത് 50 രൂപയ്ക്ക് ആ കുപ്പിയിൽ 1 ലിറ്റർ പെട്രോൾ 50 രൂപ പറഞ്ഞു. 1/2 ലിറ്റർ പെട്രോൾ 50 രൂപ എനിക്ക് തരിക. 50 രൂപ. അതിനുള്ള സ്വാതന്ത്ര്യം. വില കൂടും അല്ലേ? അപ്പൊ വില കൂടും. ഞാൻ ഒരു സാധാരണക്കാരനാണ്. എനിക്ക് ചോദിക്കാമല്ലോ, ഒരു പാർട്ടിയുടെയോ ഒന്നിന്റെ ഇതിലായിട്ടല്ല, ഞാൻ ഒരു നോർമൽ ഒരു കൂലിപ്പണിക്കാരനായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. പമ്പ് ചെയ്യുന്ന എനിക്ക് 1/2 ലിറ്റർ പെട്രോൾ 50 രൂപ തരാൻ പറ്റുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന 10 പേരുടെ വോട്ട്, ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുന്ന 10 പേരുടെ വോട്ട് ഞാൻ BJPക്ക് ഇടും. ഒരു വലിയ ഓഫറാ, 10 വോട്ട് ഇപ്പൊ കിട്ടും. 1/2 ലിറ്റർ, വെറും 1/2 ലിറ്റർ പെട്രോൾ. അദ്ദേഹം പറഞ്ഞപ്പോഴപ്പുറത്തോട്ട് പോയത്. യെസ്, അപ്പോഴാണ് പുള്ളി കത്തിക്കുത്തും വേറെ ചില അതെൻ്റെ കുഴപ്പമില്ല. അത് അദ്ദേഹമാണ് എങ്ങനെ മറുപടി പറയാൻ തീരുമാനിക്കുന്നത്. ചോദ്യകർത്താവോ ഞാനോ അല്ല. നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, അത് അദ്ദേഹത്തിൻ്റെ രീതിക്കനുസരിച്ച് അദ്ദേഹം വേറെ ചില സാഹചര്യങ്ങളൊക്കെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ രീതിക്ക് മറുപടി പറഞ്ഞു. അതിന് അവസരം ഉണ്ടായിരുന്നു. അവസരം വന്നപ്പോൾ പുള്ളി വേറെ ചില താരതമ്യങ്ങളും ചാനൽ ചർച്ചയാണ് പറഞ്ഞത്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാനില്ല. അത് അദ്ദേഹം തീരുമാനിക്കേണ്ടതാണ്. 50 രൂപയ്ക്ക് 1/2 ലിറ്റർ പെട്രോൾ ഈ അടുത്ത പമ്പിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്താൽ 10 വോട്ട് തന്നെ ഏറ്റിങ്ങര. ഇപ്പോ അല്ല, ഞാൻ ഓഫർ ഏറ്റെടുക്കുന്നു. പറഞ്ഞോട്ടെ.
ഈ ഇ ഡി എന്ന് പറയുന്ന ഓലപ്പാമ്പ് കുറെ കാലമായി കാണിക്കല്ലേ ഞങ്ങൾ എന്ത് ചെയ്തു? 18 നോക്കിയിട്ട് കേരളത്തിലാണ് യശാദ് ഉള്ളത്. നന്ദു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏത് സംഘമെല്ലാം വരുന്നത് നമുക്ക് ശീലമായി കണ്ട് പക്ഷെ നടക്കാതെ ഞാൻ ചോദിക്കട്ടെ, ബിജെപിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പറ. ഈ രാജ്യത്ത് 2014 ഇങ്ങനൊരു ഒരു പ്രകടന പത്രികയിൽ വന്നു. ശരിയാണ്, ഞാൻ അതിനെ ഞാൻ സി പി എം പറഞ്ഞതൊക്കെ ഒറ്റ വഴിക്ക് വിഴുങ്ങാൻ. ഞാൻ സി പി എമ്മുകാരനല്ല, ബി ജെ പി കാരനാ. ഇപ്പൊ വന്നാണ്ട് രാഷ്ട്രീയം, ഇനി പറയാം ഇരിക്കെ സുഹൃത്തെ. എന്റെ ഒരു ചെറിയ അനുഭവം പറഞ്ഞോട്ടെ. ഞാൻ ഈ പടക്കള 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നടത്തിയിട്ടും പലയിടത്തും ബി ജെ പി നേതാക്കൾ ഇത് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ തമ്മിലല്ല, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. നിങ്ങൾ ഇരിക്കുക സുഹൃത്തുക്കളെ, ഇരിക്കുക സുഹൃത്തുക്കളെ, ഇരിക്കൂ അതിന്റെ മറുപടി പറയാം. ഇരിക്കൂ പറയട്ടെ. പെട്രോളിന്റെ വില നിയന്ത്രണ അധികാരം സുഹൃത്തെ, പൊതു ചർച്ചയാവുമ്പോ ആളുകൾ നിശബ്ദരായി കേട്ടിരിക്കില്ല. ആ സമയം അദ്ദേഹം തന്നെയാണ് ഇങ്ങനെ കളയുന്നത്. ഞാൻ എത്രയോ തവണ സംസാരിക്കാൻ പറഞ്ഞു. വിഷയത്തിലേക്ക് വരാൻ ഞാൻ BJP പ്രതിനിധിയോട് എത്രയോ തവണ പറയുന്നു. അപ്പോൾ അതായത് ആ പ്രകടന പത്രികയിൽ 2014 50 രൂപയാക്കാമെന്ന് BJP സമ്മതിച്ചിരുന്നു. നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയത്. ഞാൻ പറഞ്ഞോട്ടെ, അതിൽ നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ പറയട്ടെന്ന്. പെട്രോൾ വില നിയന്ത്രണ അധികാരം കേന്ദ്ര സർക്കാരിന്റെ കൈകളിലല്ല. അടിക്കടി മാറുന്ന ക്രൂഡ് ഓയിലിന്റെ വില അനുസരിച്ചിട്ട് പെട്രോളിന്റെ വില എല്ലാ കാലത്തും പറഞ്ഞോട്ടെ. നന്ദു പറഞ്ഞതിൽ ഒരു പെശകുണ്ട്. എന്താണെന്നറിയോ? ഡീസലിന്റെ വിലനിർണയ അധികാരം എണ്ണ കമ്പനികൾക്ക് കൊടുത്ത സർക്കാരിന്റെ പേര് മോദി സർക്കാർ എന്നാണ്. പെട്രോളിന്റെ വിലനിർണയ അധികാരം എണ്ണ കമ്പനികൾക്ക് കൊടുത്ത സർക്കാരിന്റെ പേര് മൻമോഹൻ സിംഗ് സർക്കാർ എന്നാണ്. രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാർ. അല്ല, താങ്കൾ പറഞ്ഞതറിയോ? വിലനിർണയ അധികാരം സർക്കാരിനല്ല. പക്ഷെ ആ സർക്കാരിന്റെ അവകാശം എടുത്തു കളഞ്ഞത് ഈ മോദി സർക്കാരാണെന്ന്. ഡീസൽ പ്രധാനമാണെന്ന്. രാജ്യത്ത് വിലക്കയറ്റം നിർമ്മിക്കുന്ന ചരക്ക് ഗതാഗതം ഡീസലാണ്. ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ ആ പെട്രോളിന്റെ അടിക്കടിയുള്ള ക്രൂഡ് ഓയിലിന്റെ വില മാറുന്നതിനനുസരിച്ച് പെട്രോളിന്റെ വില മാറാറുണ്ട് സ്വാഭാവികമായിട്ട്. എന്റെ പൊന്നേട്ടാ ഒന്ന് പറയട്ടെ സുഹൃത്തെ, അവർക്ക് നിങ്ങൾ BJP-കാരോട് പെട്രോളിന്റെ കാര്യം ചോദിക്കില്ല. നിങ്ങൾ വർഗീയതയോ രാമക്ഷേത്രോ അല്ലെ രാമായണം അങ്ങനെ ചോദിച്ചാൽ മറുപടി വരും. ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും വിഷയം ചോദിച്ചാൽ അവർ ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയുള്ളൂ. പെട്രോൾ വില നിയന്ത്രണ അധികാരം ആ നിലയ്ക്കാണ് പോയത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വാഭാവികമായി പെട്രോളിന് വില കൂടിയിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ ശരി. അപ്പൊ ചേട്ടന് കുറഞ്ഞിട്ടുണ്ട്. എനിക്കതിൽ തർക്കമില്ല. വില കൂടിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ ഏറ്റവും അധികം കൂടിയിട്ടുള്ളത് എന്താണ്? നികുതികളാണ് കൂടിയിട്ടുള്ളത്. അത് സെൻട്രൽ ഗവൺമെൻറ് ചെലുത്തുന്ന നികുതികളുമുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ചെലുത്തുന്ന നികുതികളുമുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പെട്രോളിൻ്റെ വിലയേക്കാൾ ഏറെയാണ് രണ്ട് സർക്കാരുകളും കൂടി കൊടുക്കുന്ന നികുതിയായിട്ട് വരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഇലക്ഷനിൽ അല്ലല്ല ഞാൻ പറയുന്നത് നമുക്കൊരു പൊതു താല്പര്യം വെക്കാം. അല്ല, നിങ്ങൾ വല്ല പറയുന്നെങ്കിൽ ആരോഗ്യപരമായിട്ട് പറയും. എന്ത് കഷ്ടമാണെന്ന് നമുക്ക് ഈ തന്നെ പറഞ്ഞത് സംസാരിക്കുന്നതിന് കുറെ നേരമായില്ലേ, ബാക്കിയുള്ള സംസാരിക്കട്ടെ. എത്ര നേരം ഈ പറഞ്ഞ വില നിയന്ത്രണ അധികാരം നമുക്ക് ഈ പറയുന്ന നികുതികൾ ഒഴിവാക്കാം, നികുതി കൊള്ളകൾ ഒഴിവാക്കാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് മദനിയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വളരെ ഗൗരവതരമായ ഇന്ത്യയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ചർച്ചയിൽ ഇന്ത്യയുടെ ഭരണഘടനയെ സംബന്ധിച്ച് ചോദിച്ചാൽ ഇവിടെ BJP-യുടെ പ്രതിനിധിയായിട്ടുള്ള ആളിന് മറുപടിയില്ല. CAA കുറിച്ച്, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിനെ കുറിച്ച് ചോദിച്ചാൽ മറുപടി പറയാം. മണിപ്പൂരിനെ കുറിച്ച് മറുപടിയില്ല. അതുപോലെ തന്നെ പട്ടിണിയെ കുറിച്ചോ പെട്രോളിനെ കുറിച്ചോ ഡീസലിനെ കുറിച്ചോ തൊഴിലില്ലായ്മയെ കുറിച്ചോ ചോദിച്ചാൽ ഇവിടെ ഒറ്റ കാര്യം മാംസാഹാരം കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട ആളുകളെ തല്ലിക്കൊല്ലുന്ന നാടായിട്ട് ഇന്ത്യ മഹാരാജ്യം മാറി. ഞാൻ ഇവിടെ ആശ്വസിക്കുന്നത് ബഹുമാനപ്പെട്ട വാജ്പേയി മരണപ്പെട്ടത് വളരെ നല്ലത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ ആദ്യം തല്ലിക്കൊല്ലുന്നത് ഈ RSSകാരായിരിക്കും. കാര്യം എന്നറിയാമോ? ഏറ്റവും അധികം മാംസാഹാര പ്രിയനായിരുന്നു വാജ്പേയി. NP ഉല്ലേഖ് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന ആൾ. അദ്ദേഹം എഴുതിയ അൺടോൾഡ് വാജ്പേയി എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കകത്ത് വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം മാംസാഹാര പ്രിയനായിരുന്നു, നല്ല മദ്യപാനിയായിരുന്നു വാജ്പേയി. ഇന്ന് വാജ്പേയി ജീവിക്കാത്തത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ ഈ RSSകാരാൽ അദ്ദേഹം കൊല ചെയ്യപ്പെടുമായിരുന്നു.
ഇതാണ് RSSകാർക്കുള്ള മറുപടി. ഒരു കാര്യം പറഞ്ഞാലും വസ്തുനിഷ്ഠമായി കാര്യം പറയില്ല. തൊഴിലില്ലായ്മയെ കുറിച്ച് ചോദിച്ചാൽ മദനിയെ കുറിച്ച് പറയും, മദനിയെ കുറിച്ച് ചോദിച്ചാൽ മറ്റാരെങ്കിലും കുറിച്ച് പറയും. എത്രയോ വിഷയങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അവസാനത്തെ വിധികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആരെങ്കിലും തയ്യാറാണോ? ബിൽക്കിസ് ബാനുവിന്റെ കുടുംബത്തെ, പൊന്നുമകളെ നിലത്തടിച്ചു കൊന്ന കുറ്റവാളികളെ, കൊലയാളികളെ തുറന്നുവിടാൻ തീരുമാനിച്ച സർക്കാരാണ് BJP സർക്കാർ. സുപ്രീം കോടതി എന്ത് തീരുമാനിച്ചു? ആ വിധി തെറ്റാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർപ്പറേറ്റ് കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ സുപ്രീം കോടതി വിധി വന്നു, അതും തെറ്റാണെന്ന് പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് ഫാക്ട് ചെക്ക് യൂണിറ്റ് തുടങ്ങാൻ തീരുമാനമെടുത്തു. എന്തിനാണ്? സർക്കാരിനെതിരെ വരുന്ന ആരോപണങ്ങൾ സർക്കാർ തന്നെ പരിശോധിച്ചിട്ട് സർക്കാർ വേണമെങ്കിൽ തീരുമാനിക്കും അത് വ്യാജമാണോ. അപ്പോൾ നിരവധിയായിട്ടുള്ള BJP അല്ലെങ്കിൽ ഈ സർക്കാർ എടുത്ത എത്രയോ തീരുമാനങ്ങൾ സുപ്രീം കോടതി റദ്ദ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ വസ്തുതാപരമായിട്ട് ഏതൊക്കെയോ വിഷയങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ വയ്യ. നേരിട്ട് മദനിയിലേക്കും രാമക്ഷേത്രത്തിലേക്കും പോകുന്ന BJPയുടെ ഒരു ആശയ ദാരിദ്ര്യമാണ് നമുക്കിവിടെ കാണുന്നത്. അവരുടെ പ്രകടന പത്രികയിൽ എന്താണ് ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം പ്രകടന പത്രികയിൽ ഉയർത്തി കാണിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് എവിടെ ചെന്ന് വോട്ട് വയ്ക്കാൻ പറ്റും? കർഷകന്റെ വീട്ടിൽ പോയി വോട്ട് വയ്ക്കാൻ പറ്റുമോ? വണ്ടി ഇടിച്ച് വന്നവരാണ്. പട്ടാളക്കാരുടെ വീട്ടിൽ പോയി വോട്ട് വയ്ക്കാൻ പറ്റുമോ? പട്ടാളക്കാരുടെ വീട്ടിൽ പോയി വോട്ട് വയ്ക്കാൻ പറ്റുമോ? പുൽവാമയെ അവരെ കൊല വിളിച്ചവരാണ്. രാജ്യത്തെ ചെറുപ്പക്കാരുടെ വീട്ടിൽ പോയി വോട്ട് വയ്ക്കാൻ പറ്റുമോ? രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് നേരിട്ട 45% വരുന്ന തൊഴിലില്ലായ്മ നിരക്ക് കണ്ട കാലഘട്ടമാണ്. ഞാൻ നന്ദു, അദ്ദേഹം ചോദിച്ചത് അങ്ങനല്ല. രാജ്യത്തെ കർഷകരോട് BJPക്ക് എന്നല്ലാതെ ഏതെങ്കിലും ബൂത്തിൽ പോയി പറ്റുമെന്നൊന്നും അല്ലാതെ അതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്ക്. ആ രാഷ്ട്രീയ വിമർശനത്തിന്റെ ഗൗരവം മനസ്സിലാക്ക്. നന്ദുവിന്റെ ചെറുപ്പക്കാരുടെ നന്ദുവിന്റെ കൂട്ടുകാരുടെ വോട്ട് വയ്ക്കാൻ പറ്റുമോ? തൊഴിലില്ലായ്മ നിരക്ക് നന്ദുവിന്റെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് തോട്ടിപ്പടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 40% ഉയർന്നിരിക്കുകയാണ് തൊഴിലില്ലായ്മ നിരക്ക്. ഇനി കായിക താരങ്ങളോട് പോയി വോട്ട് വയ്ക്കാൻ പറ്റുമോ? അവരുടെ MP അവരെ പീഡനം നടത്തിയാണ്. ഇനി എഴുത്തുകാരോട് പോയി വോട്ട് വയ്ക്കാൻ പറ്റുമോ? നിങ്ങളെ പോലുള്ള എഴുത്തുകാരോടും വായന സാഹിത്യം അറിയാവുന്നവരോട് ഇതിനകത്ത് ഇപ്പോ ഈ ചർച്ചയിൽ വളരെ പ്രസക്തമായ 2 കാര്യങ്ങൾ. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന രാമായണ ആചാരണത്തോടു കൂടി ഇന്ത്യയിലെ വിശപ്പ് മൊത്തം മാറും, ഇന്ത്യയിലെ ദാരിദ്ര്യം മാറും, ഇന്ത്യയിലെ പട്ടിണി മാറും, ഇന്ത്യയിലെ തൊഴിലില്ലായ്മ മാറും. രാമായണ വാരാചരണം മാത്രം നടത്തിയാൽ മതി. എന്റെ ചോദ്യം UDF പ്രതിനിധിയോടാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ശൈലജ ടീച്ചർക്കെതിരെ ഈയിടെയായിട്ട് ശൈലജ ടീച്ചറുടെ പോസ്റ്റുകളുടെ കീഴിൽ വളരെ അശ്ലീലമായ ചൊവ്വയുള്ള പല കമന്റുകളുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെപ്പറ്റി UDFന്റെ പ്രതിനിധിയായിട്ടുള്ള താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? താങ്കൾ ഈ കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകളെ അങ്ങനെയാണോ നോക്കിക്കാണുന്നത്? സഹോദരി, ഞാൻ പെട്ടെന്ന് പറയാം. ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതികളായ കേസ് നിങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇതിന് ഉത്തരം ഞാൻ പറഞ്ഞില്ല. ഒരിക്കലും ഷാഫി പറമ്പിൽ MLA എന്ന് പറയുന്ന ആൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രവർത്തനം അങ്ങനെ ബോധപൂർവ്വം ഞാൻ പറയാം, തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പുറത്താക്കിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് നമ്മുടെ കേരളത്തിന്റെ അഭിമാനം ലോകരാജ്യങ്ങളിൽ പോലും എത്തിച്ച് കേരള മോഡൽ പഠിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഒരു സംഘം തന്നെ, അതായത് ഒരു ആതുര സേവന രംഗത്തെ ഒരു സംഘം തന്നെ നമ്മുടെ കേരളത്തിൽ വന്ന് നിന്ന് അത് കണ്ടുപഠിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും കോവിഡിനെ നിർമ്മാർജ്ജനം ചെയ്ത അഭിമാനമായ ശൈലജ ടീച്ചർക്കെതിരെയാണ് നിങ്ങൾ ഈ സൈബർ ആക്രമണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് അപലപനീയമാണ്. വളരെ മോശമാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ CPM പ്രതിനിധിക്ക് പറഞ്ഞു. CPM പ്രതിനിധിക്ക് പറയാനുള്ളത് ശൈലജ ടീച്ചറിനെ ആയിരുന്നാലും ശരി, മറ്റേതൊരു സ്ത്രീ ആയിരുന്നാലും ശരി, മോശമായി ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് പറയാൻ സജീറിനെ പോലുള്ള ആളുകൾക്ക് കഴിയാതെ പോകുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ സംസ്കാരമാണ്. അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ അത് അപലപനീയമാണ് എന്ന് സജീറിന് പറയാൻ കഴിയാതെ പോകുന്നത്. ഈ വാചകം കൊണ്ട് പരിഹരിക്കാൻ കഴിയാതെ സംഭവിച്ചു. ബോധ്യപ്പെടുന്ന നിലയിലാണ് UDFുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഹാൻഡിലൂടെയുമാണ്. MM ജയിച്ചത് 36,000 വോട്ടിനാണ്. രാജീവ് ചന്ദ്രശേഖർ MP ആയി വിജയിച്ചു വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് വേണ്ടി അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നിട്ട് എന്ത് ചെയ്തു എന്നുകൂടി ഒരു ചോദ്യം ഉണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? നമ്മുടെ സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം അതുവരെ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥ. നമ്മുടെ മാവേലി സ്റ്റോറുകൾ കാലിയാണ്. അറിഞ്ഞില്ല.
അറിഞ്ഞില്ലേ? അല്ല, ആ സുഹൃത്ത് പറഞ്ഞത് അല്ല സുഹൃത്തെ അല്ല ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ അദ്ദേഹം എങ്ങനെയാണോ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലാണ് ചോദ്യം. 3 മാസത്തെ പെൻഷൻ താങ്കളുടെ വീട്ടിൽ ആരെങ്കിലും പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ എന്റെ അമ്മ വാങ്ങുന്നുണ്ട്, കൃത്യമായി പെൻഷൻ ലഭ്യമാകുന്നുണ്ട്. കുടിശ്ശികയുണ്ടായിരുന്നു. ആ കുടിശ്ശികയിൽ തീർത്തു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് ഇടതുപക്ഷ സർക്കാർ. അല്ല കുടിശ്ശിക കൊടുത്തു തുടങ്ങിയ ശ്രദ്ധപ്പെട്ടോ? നമ്മളിവിടെ ചർച്ച ചെയ്തത് അല്ല ഞാൻ ചോദിക്കുന്നത് സുഹൃത്തെ മറ്റൊരു കാര്യം അദ്ദേഹം ചോദിച്ച മറ്റൊരു കാര്യം പെൻഡിങ് എങ്ങനെ വന്നു പറഞ്ഞു കൊടുത്തു. ഇവിടെ GST ഇനത്തിൽ പിരിച്ചുകൊണ്ടു പോകുന്ന തുക കേന്ദ്ര ഗവൺമെന്റ്, ആ തുകയുടെ കൃത്യമായ വിഹിതം കേരളം ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് മാത്രം കേരളത്തിലെ ജനങ്ങളെ പട്ടിണിക്കിടുക എന്ന ഉദ്ദേശത്തോടുകൂടി ദുരുദ്ദേശത്തോടുകൂടി നരേന്ദ്രമോദി സർക്കാർ എടുക്കുന്ന കുതന്ത്രം, ആ കുതന്ത്രത്തിനെതിരായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA-മാർ ഡൽഹിയിൽ സമരം ചെയ്തു. മാത്രവുമല്ല കേസ് ഫയൽ ചെയ്ത് സുപ്രീം കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചാണ് ഇന്നിപ്പോൾ 3 മാസത്തെ പെൻഷൻ അന്തസ്സായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പെൻഷൻ ഗുണഭോക്താക്കൾ ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ, ചോദിച്ച ക്വസ്റ്റിന് ഒരു മറുപടി കൂടെ ഉണ്ട്. കുട്ടികളുടെ ഉച്ചക്കഞ്ഞി അന്തസ്സായി കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ പ്രളയത്തിൻ്റെ പേരിൽ കേരളത്തിലെ ജനങ്ങൾക്ക് അരി കൊടുത്തിട്ട് അതിൻ്റെ പണം ചോദിച്ചവരാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. അത് സഹോദരൻ മറന്നു പോകരുത്, അത് സഹോദരൻ മറന്നു പോകരുത്. എനിക്ക് ചോദിക്കാനുള്ളത് BJPയോടാണ്. കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു നിങ്ങൾ ഈ നമ്മുടെ പെട്രോൾ വിലയിലെ മുമ്പ് 2014 മുമ്പേ ഉള്ള വില നിങ്ങൾക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കുറച്ചെങ്കിലും ഓർമ്മയുണ്ടോ എന്നാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി നിങ്ങൾ എത്ര രൂപ സമാഹരിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? എന്തെല്ലാം അഴിമതികളാണ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് അറിയാമോ? ഈ ഗ്യാസിൻ്റെ സബ്സിഡി ആർക്കും കിട്ടിയ ഒരാൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? പറയാൻ കഴിയില്ല. കോൺഗ്രസിനോട് ചോദിക്കാമെന്ന് വെച്ചാൽ ചോദിക്കാൻ പറ്റില്ല. കാരണം നാളെ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടതാണ്. അത് നിങ്ങൾ അഭിമാനമായിട്ട് എടുക്കരുത്. നിങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കുന്നതാണെന്നുള്ള ഓർക്കണം. ഞങ്ങളെ പാവങ്ങളെ നികുതി പണം അടിച്ചു മാറ്റിയാണ് നിങ്ങൾ അവരെ വിലക്ക് വാങ്ങുന്നത്. ഇനി ഒരു കാര്യം കൂടെ, നിങ്ങളിപ്പോൾ പള്ളി പൊളിച്ച് അമ്പലം പണിതു, എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? എനിക്ക് സാധാരണ രീതിയിൽ ചോദിക്കാനുള്ള കാരണം പൊളിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല, ഇനി പുതിയത് കെട്ടിനോട് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ഗുണമാണ് അതിലുണ്ടായതെന്ന് നിങ്ങളൊന്ന് പറയൂ. ഇവിടെ സംഘർഷങ്ങളും അടിയും ഉണ്ടാക്കുന്നില്ല. കേരളം എന്തുകൊണ്ട് നിങ്ങളെ പൂജ്യമാക്കിയെന്നറിയാമോ? ഇവിടെ സമാധാനത്തോടെയും സാഹോദര്യത്തോടും കഴിയുന്നത് കൊണ്ട് മാത്രമാണ് ഇത്. ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുണ്ട്. കാരണം മാധ്യമങ്ങളെ ചുട്ടുകൊല്ലുന്ന അവസ്ഥയുണ്ട്. നമുക്കറിയാം ഗൗരി ലങ്കേഷിനെ കൊന്നത്. എവർക്ക് പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ എത്തിക്കും എന്ന് പൂർണ്ണമായി ബോധ്യമുള്ളതുകൊണ്ട് കേരളം നിങ്ങളെ പുച്ഛിച്ച് തള്ളുമെന്നാണ് യാതൊരു സംശയവുമില്ല. ചോദ്യം, ഒരു ടീച്ചർ വടകരയിലെ മത്സരിക്കുന്ന ഒരു ടീച്ചറാണ്. അവിടുത്തെ UDF പ്രതിനിധി ഉണ്ടല്ലോ, ആ വ്യക്തിക്ക് കൂടെയുള്ള അടികളെ പറഞ്ഞു നിർത്തിക്കൂടെ? ഒരു സ്ത്രീക്കെതിരെ ഇത്രയായിട്ട് വിമർശിക്കാൻ അയാൾക്ക് പറഞ്ഞു നിർത്തിക്കൂടെ കൂടെയുള്ളവരെ? ഒരു വിമർശനം നടത്തിയിട്ടില്ലല്ലോ. വിമർശനമല്ല, ഞാൻ ചോദിക്കട്ടെ, അതായത് മോർഫ് ചെയ്ത് അശ്ലീല ചിത്രം പ്രചരിപ്പിക്കുക. അവരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞില്ല. ഇനി സ്ത്രീകളോട് മോശം പെരുമാറ്റം നടത്തുന്നത് ആരാണോ? നിങ്ങളുടെ നേതാക്കളോട് പരിശോധിച്ചു നോക്കൂ. നിങ്ങളുടെ ഏതാണ് ഇവിടെ ആളുകളിൽ നിന്ന് വന്നതിൽ BJP മറുപടി പറയേണ്ടതായിട്ടുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിലാകാം. എൻ്റെ അവസാനത്തെ ചോദ്യം, ഇവിടെ ചില ആളുകളിൽ നിന്ന് വളരെ ശക്തമായി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച കേരളത്തിൻ്റെ BJP വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചു. ജനവിധിയിൽ പ്രതിഫലിക്കാൻ പോകുന്നൊരു വിഷയം അതാണ്. അങ്ങനെ വന്നാൽ ഇത്തവണ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തിരുവനന്തപുരം അടക്കം ഒരിടത്തും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, തിരുവനന്തപുരം പാർലമെൻറ്റിൽ കഴിഞ്ഞ 40 വർഷക്കാലം ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി ഭരിച്ചിട്ടും വികസനത്തിൻ്റെ ഒരു കിരണം പോലും ചലിക്കാൻ സാധിക്കാത്ത ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി, ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി, നരേന്ദ്രമോദിക്ക് അനുകൂലമായി ചിന്തിക്കും എന്ന ഉറച്ച വിശ്വാസമുള്ള പൊതുപ്രവർത്തകനാണ് ഞാൻ. ഒരു ചാൺ വയറിന് വേണ്ടി മരണപ്പെട്ട അട്ടപ്പാടിയിലെ മധു ഈ കേരളത്തിലാണ്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ വേണം. ലഭിക്കുന്ന നിലയിലേക്ക് കേരളമാണ് കേരളം. നിങ്ങളുടെ സ്ഥാനാർത്ഥിയോട് ഞാൻ ചോദിക്കട്ടെ, കേരളമല്ലേ രാജ്യത്തെ മതമൈത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമെന്ന് ചോദിച്ചപ്പോൾ
മറുപടി പിന്നെ പറയാന്ന് പറഞ്ഞ ആളാ രാജീവ് ചന്ദ്രശേഖർ. അറിയോ സുരേഷ്, LDF-നെ സംബന്ധിച്ച് ഇത്തവണ തിരുവനന്തപുരം, കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു അന്തരീക്ഷമേ അല്ല കേരളത്തിൽ. വലിയ തോതിലുള്ള തെരഞ്ഞെടുപ്പ്, ശക്തമായ പോരാട്ടം കേരളത്തിൽ എങ്ങോളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ 19 അല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ തന്നെ ഇടതുമുന്നണിക്ക് വല്ലാതെ പിന്നോട്ട് പോകേണ്ടി വന്ന ഈ മണ്ഡലത്തിൽ 24-ൽ പന്ന്യൻ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരിനുമെതിരെ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് വരാനാകും? ഒന്നാമതെത്താനാകുമോ, അത് അല്ലെങ്കിൽ രണ്ടാമതോ, ഒന്നും രണ്ടും എന്ന നിലയിലേക്ക് ഏത് നിലയിലാണ് LDF ഇപ്പോൾ കാണുന്നത് മത്സര രംഗത്ത്? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് പന്ന്യൻ രവീന്ദ്രൻ അരിവാൾ നിൽക്കുന്നതിലടയാളത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഒന്ന് 3.5 വർഷക്കാലം ഈ പാർലമെൻറ്റിനെ പ്രതിനിധീകരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് പന്ന്യൻ രവീന്ദ്രൻ. ആ കാലയളവിലാണ് ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനം ഈ മണ്ഡലത്തിൽ സാധ്യമായിട്ടുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സാധാരണക്കാർ ആശ്രയിക്കുന്ന ആശുപത്രി, ആ ആശുപത്രിക്കകത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിറ്റ് എന്നുള്ളത് യാഥാർത്ഥ്യമാക്കിയത് പന്ന്യൻ രവീന്ദ്രൻ ഈ പാർലമെൻറ്റിനെ പ്രതിനിധീകരിച്ചിരുന്ന സന്ദർഭത്തിലാണ്. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള വികസനം യാഥാർത്ഥ്യമാക്കിയത്. അല്ലാതെ കേരള സർക്കാർ മുൻകൈയെടുത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ട് കടന്നു വരുന്ന എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവമല്ല ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. മറിച്ച് കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരി ഇന്ത്യയിലെ ദേശീയ മാധ്യമ പ്രവർത്തകരെ നോക്കി പറഞ്ഞു, കേരളത്തിലെ ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അങ്ങേയറ്റത്തെ സഹകരണത്തോടുകൂടി മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇന്ന് ദേശീയപാതാ വികസനം അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ യാഥാർത്ഥ്യമായത്. അത് പറഞ്ഞത് നിതിൻ ഗഡ്കരിയാണ്, നിങ്ങളുടെ നേതാവാണ്, കേന്ദ്രമന്ത്രിയാണ്. പിണറായി വിജയനെ എല്ലാ പ്രത്യക്ഷമായും പരോക്ഷമായും വിമർശിക്കുന്ന നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ നേതാവിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. ഞാനിവിടെ സൂചിപ്പിക്കേണ്ടുന്ന ഒരേ ഒരു കാര്യം, ഇവിടെ മതനിരപേക്ഷതയെക്കുറിച്ച്, മതേതരത്വത്തെക്കുറിച്ചൊക്കെ പറയുന്നതായിട്ട് ഇങ്ങനെ പരാതിപ്പെടുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഇടതുപക്ഷം ഈ കേരളത്തിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് മുസാഫർ നഗർ ആവർത്തിക്കാൻ ഞങ്ങൾ കേരളം വിട്ടുതരില്ല. നിങ്ങൾക്ക് ഗുജറാത്ത് ആവർത്തിക്കാൻ ഞങ്ങൾ ഈ കേരളം വിട്ടുതരില്ല. നിങ്ങൾക്ക് മണിപ്പൂർ ആവർത്തിക്കാൻ ഞങ്ങൾ ഈ കേരളം വിട്ടുതരില്ല. ഞങ്ങൾ വിട്ടുതരില്ല. ഉറപ്പായി ഞങ്ങൾ നിങ്ങളോട് പറയാണ്. ഈ സംസ്ഥാനത്ത് മണിപ്പൂർ സൃഷ്ടിക്കാൻ, ഗുജറാത്ത് സൃഷ്ടിക്കാൻ, മുസാഫർ നഗർ സൃഷ്ടിക്കാൻ ഈ കേരളത്തെ ഞങ്ങൾ വിട്ടുതരില്ല എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സഖാവ് പിണറായി വിജയനും ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന ഗ്യാരണ്ടി. ഓക്കെ, ഇതിനകത്ത് UDF-നെ സംബന്ധിച്ച് ഇത്തവണ നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടോ? ശശി തരൂരിന് ലഭിച്ചിരുന്ന വോട്ടുകളും കുറെ കൂടി പലപ്പോഴും കോൺഗ്രസ്സുകാർ BJP-യിലേക്ക് പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ തിരുവനന്തപുരത്ത് നിങ്ങളുടെ വോട്ടുകൾ ചോരുമോ? അങ്ങനെ ഒരു ആശങ്ക നിങ്ങൾക്കുണ്ടോ? ഒരു ആശങ്കയില്ല. നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇവിടെ BJP-യുടെ നേതൃത്വത്തിൽ, ദേശീയ നേതൃത്വം തന്നെ നമ്മുടെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യുന്നതെല്ലാം ഇവരുടെ ഭയത്തിൽ നിന്നാണല്ലോ. വലിയ അഴിമതികൾ നടത്താൻ വേണ്ടി ഇവർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ അഴിമതിക്കാരെ തുറന്നു വിടുന്നു. അപ്പോൾ ആ രീതിയിൽ രാജ്യം അഴിമതിക്കാരെ തുറന്നു വിടുന്നതിലൂടെ ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇവർ പിന്നോട്ടാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രിമാരെ പോലും സംഭാവന ചെയ്യാത്ത BJP കേരളത്തിൽ എന്ത് വികസനം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, അതിനൊരു യുക്തി വേണ്ടേ? ഏതായാലും നിരവധിയായ ഇത്തരം ചോദ്യങ്ങൾക്ക് നടുവിലാണ് നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരത്തും ഈ ചോദ്യങ്ങൾ ഒട്ടും കുറവല്ല. വളരെ ശക്തമായ രാഷ്ട്രീയ വിഷയങ്ങൾ, വികസന പ്രശ്നങ്ങൾ എല്ലാം എണ്ണിപ്പറയുന്ന ഒരു ലോക്സഭാ മണ്ഡലമായി തന്നെ വളരെ ശക്തമായ നിലയിൽ പ്രചാരണ രംഗത്ത് തിരുവനന്തപുരം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പടക്കളത്തിൻ്റെ ഈ 2ാം ഘട്ടം കഴിയുമ്പോഴും ഇവിടെ നിന്ന് മനസ്സിലാകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.